ഹായ്, ഇറ്റ്സ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യൂ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ആപ്പർ ലൈഫ് ഹാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവ്. ബൈ. ഛത്തീസ്ഗഡിലെ ആക്രമണം. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുകളും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടി 4 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെടുകയും ഒരു സുരക്ഷാ സേനയിലെ ഒരു ഉദ്യോഗസ്ഥൻ മരിക്കുകയും ചെയ്തു. DRG ഹെഡ് കോൺസ്റ്റബിളാണ് മരിച്ചത്. അതായത് ഛത്തീസ്ഗഡിലെ 4 ജില്ലകൾ നാരായൺപൂർ, ദണ്ഡേവാഡ, കൊണ്ടൽപൂർ, ജഗദൽപൂർ എന്നീ 4 ജില്ലകളിലെ TRG ഫോഴ്സുകളെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഇവർ ഈ ഓപ്പറേഷൻ നടത്തിയത്. ഈ ഓപ്പറേഷൻ അതായത് നക്സലറ്റ് വിരുദ്ധ ഓപ്പറേഷനാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് ജനുവരി 3, അതായത് വെള്ളിയാഴ്ചയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്, ജനുവരി 3. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ മാവോയിസ്റ്റുകളെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അവരെ അവിടെ നിന്നും തുരത്തുക, നക്സലിറ്റുകളെ അവരെ കണ്ടെത്തുക, അവരെ അവിടെ തുരത്തുക എന്നതാണ് ഈ തീവ്രവാദ ഓപ്പറേഷൻ്റെ തീവ്രവാദ വിരുദ്ധ ഓപ്പറേഷൻ അല്ലെങ്കിൽ നക്സലറ്റ് വിരുദ്ധ ഓപ്പറേഷൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നത്. അപ്പോൾ അതേ തുടർന്ന് ജനുവരി 3 ഇവരിത് സ്റ്റാർട്ട് ചെയ്യുന്നു. അതിന് മുന്നോടിയായിട്ട് ഈ 4 ജില്ലകൾ, പ്രധാനമായും ഈ 4 ജില്ലകളിലാണ് ഈ നക്സലറ്റുകളുടെ സാന്നിധ്യമുള്ളത്. ഈ 4 ജില്ലകളിൽ ഈ 4 ജില്ലകളിലെ പ്രധാനപ്പെട്ട ഫോഴ്സുകളെല്ലാം കൂടെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഇവർ ഈ ഓപ്പറേഷൻ നടത്തിയതും. ജനുവരി 3 സ്റ്റാർട്ട് ചെയ്യുന്നു. ജനുവരി 4 ശനിയാഴ്ച വൈകുന്നേരമായപ്പോഴും മാവോയിസ്റ്റുകളും ഫോഴ്സും തമ്മിൽ ഏറ്റുമുട്ടുകയും TRG ഫോഴ്സ്, അങ്ങനെയാണ് ഇതിൻ്റെ പേര്, ആ ഫോഴ്സും തമ്മിൽ ഏറ്റുമുട്ടി മണിക്കൂറുകളോളം ഏറ്റുമുട്ടിയതിനെ തുടർന്ന് 4 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെടുകയും ഒരു TRG ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെടുകയും ചെയ്തു. അതായത് നാരായൺപൂർ, ദണ്ഡേവാഡ ആ ജില്ലാ അതിർത്തിയിലെ അബ്ചുമർ എന്ന ആ ഒരു ഏരിയയിലാണ് ഏറ്റുമുട്ടലുകൾ നടന്നത്. അബ്ചുമർ എന്നത് വനമേഖലയാണ്. അതായത് ഈ ദണ്ഡേവാഡ, നാരായൺപൂർ എന്നീ ഈ ജില്ലാ അതിർത്തികൾ എന്ന് പറയുന്നത് നിബിഡ വനങ്ങളുടെ ഒരു കേന്ദ്രമാണ്. അവിടെയാണ് ഈ നക്സലിറ്റുകളുടെ ശക്തി കേന്ദ്രമെന്നാണ് അവിടെ ആ ഒരു പ്രദേശങ്ങളെല്ലാം അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് അവിടെ ഈ ഓപ്പറേഷൻ നടത്തിയത് തന്നെ. അപ്പോൾ ആ വനത്തിൽ വെച്ചാണ് അറ്റംപ്റ്റ് നടന്നതും അല്ലെങ്കിൽ ആക്രമണം നടന്നതും. അവിടെ വെച്ചാണ് മരണം സംഭവിക്കുകയും ചെയ്തത്. അവിടെ വെച്ചാണ് ഏറ്റുമുട്ടലുകൾ നടന്നത്. അബ്ചുമർ വനമേഖലയിലാണ് ഏറ്റുമുട്ടലുകൾ നടന്നത്. ഇത് ഇവരുടെ മാവോയിസ്റ്റുകളുടെ ശക്തി കേന്ദ്രമാണ്. അപ്പോൾ മണിക്കൂറുകളോളം നടന്ന ഏറ്റുമുട്ടലുകൾ 4 പേരെ വധിച്ചു. അവരിങ്ങോട്ട് തിരിഞ്ഞ് ഒരാളെയും വധിച്ചു. അങ്ങനെ മൊത്തം 5 ജീവനുകളാണ് ഈ ഏറ്റുമുട്ടലുകളിൽ നഷ്ടമായതെന്ന് പറയാം. 5 ജീവനുകളാണ് പൊലിഞ്ഞത്. നക്സലറ്റ് വിരുദ്ധ ഓപ്പറേഷൻ ശനിയാഴ്ച വൈകിട്ടാണ് ഏറ്റുമുട്ടലുകൾ നടന്ന മണിക്കൂറുകളോളം നടന്ന ഏറ്റുമുട്ടൽ നടന്നു. ഇപ്പോഴും മറ്റുള്ള മാവോയിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ അവിടെ തുടരുകയാണ്. വനമേഖല ആയതുകൊണ്ട് തന്നെ അവർ പല സ്ഥലങ്ങളിലും ഒളിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ അവരെ തേടിയുള്ള തെരച്ചിൽ ഇപ്പോഴും അവിടെ പുരോഗമിക്കുകയാണ് ഈ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടെന്ന് പറയാം. അപ്പോൾ നമുക്ക് അടിക്കടി അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ന്യൂസുകളിൽ കാണാറുണ്ട്, അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ച് ഈ ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് അല്ലെങ്കിൽ ആ ബംഗാൾ സൈഡൊക്കെ ഇങ്ങനെ മാവോയിസ്റ്റുകളുടെ ആക്രമണം സ്ഥിരം ഉണ്ടാവാറുണ്ട്. കുറച്ച് നാളുകളായിട്ട് അതൊന്ന് കുറഞ്ഞതായിരുന്നു. അതപ്പോൾ ഇത് വീണ്ടും ആവർത്തിക്കുകയാണ്. 2021 സ്റ്റാർട്ടിങ് ആദ്യം ചൈനയുടെ സംഭവം, ഇപ്പോഴിതാ ഛത്തീസ്ഗഡിലെ ആക്രമണം. അങ്ങനെ മൊത്തത്തിൽ ലോകം 2021 സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ര ശുഭകരമായ വാർത്തകളല്ല എന്ന് പറയുന്നത്. നമ്മുടെ അയൽ രാജ്യത്തെ ആ ഒരു HMPV വൈറസും ഇപ്പോൾ ഛത്തീസ്ഗഡിൽ നടന്ന ഈ മാവോയിസ്റ്റ് ആക്രമണവും എല്ലാം. ഏതായാലും സുരക്ഷാ സേന 4 പേരെ വധിക്കുകയും ഒരാളുടെ ജീവൻ, സുരക്ഷാ സേനയിലെ ഒരു ഉദ്യോഗസ്ഥൻ്റെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. ഛത്തീസ്ഗഡിലെ 4 ജില്ലകളെ ഏകോപിപ്പിച്ചുകൊണ്ട്, പ്രധാനമായും ആ 4 ജില്ലകളിലാണ് ഇവരുടെ സാന്നിധ്യം കൂടുതലുള്ളത്, മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം. ആ 4 ജില്ലകളുടെ ഫോഴ്സിനെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് ആക്രമണം നടത്തിയത്. അതോടൊപ്പം ഈ മാവോയിസ്റ്റുകളുടെ കയ്യിൽ നിന്നും AK-47 അതോടൊപ്പം SLR തുടങ്ങിയ ആയുധങ്ങൾ ശേഖരണങ്ങളും കണ്ടെത്തി. അപ്പോൾ വീണ്ടും തെരച്ചിൽ അവർ തുടരുകയാണ്. കൂടുതൽ ആളുകളെ കണ്ടെത്തുവാനായിട്ടുള്ള തെരച്ചിലുകൾ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് അവിടെ അബ്ചുമലിൽ വനമേഖലകളിൽ ആ ജില്ലാതിർത്തികൾ ദന്തേവാദയും നാരായൺപൂർ ജില്ലാതിർത്തികളിലും തുടരുകയാണ്. മറ്റ് ജില്ലാതിർത്തിയിലും 4 ജില്ലകൾ ആണ് പ്രധാനമായും തെരച്ചിലുകൾ തുടരുന്നത്. ദന്തേവാദ, നാരായൺപൂർ, കൊണ്ടേഗാവ്, ജഗദൽപൂർ എന്നീ 4 ജില്ലകളിലാണ് പ്രധാനമായും തെരച്ചിൽ നടത്തുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.